ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ പേസ് വേൾഡ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 3 കഴിഞ്ഞു. ഇന്ന് 4ാമത്തെ പേപ്പർ എടുത്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പേപ്പറാണ്. ആദ്യത്തെ ചോദ്യം, പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയല്ലാത്തത് ഏതാണ്? നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. എന്നിരുന്നാലും നമ്മൾ ഈ പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ടും ഈ യൂറോപ്യൻ ശക്തികൾ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് അവരുടെയൊക്കെ. കാരണം സംഭാവനകൾ കുറേയുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു യൂറോപ്യൻ ശക്തിയുടെ പതനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, അതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് ഇവിടെ വന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഇതൊക്കെയാണ് നമുക്ക് കൂടുതലും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അവർ കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷിക്ക് പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഓക്കെ, ദെൻ അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാറുകളും കോളേജുകളും സ്ഥാപിച്ചു. ഇത് ഇവിടെ മാത്രമല്ല, കൊടുങ്ങല്ലൂരും സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കുക. കൊടുങ്ങല്ലൂർ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പറയുന്ന വൈദിക പഠനത്തിനായിട്ടുള്ള സെമിനാറുകളും കോളേജുകളും ഒക്കെ. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. പിന്നെ അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. അത് തെറ്റാണ്. കാരണം ബോൾഗാട്ടി പാലസ് പണിതത് ഡച്ചുകാരാണ് 1744. ഇനി നെക്സ്റ്റ്, പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. പുകയില, പൈനാപ്പിൾ, പപ്പായ മാത്രമല്ല, കൈതച്ചക്ക, അതുപോലെ തന്നെ പേരയ്ക്ക, വറ്റൽമുളക്, മരച്ചീനി, റബ്ബർ, ഇതൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? സി ആണ്. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ ഒന്ന് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്ന് ജസ്റ്റ് വേഗം നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി സ്റ്റേറ്റ്മെന്റ്സിൽ തന്നതല്ലാത്ത കുറച്ച് എക്സ്ട്രാ സംഭാവനകളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ജസ്റ്റ് പറയുന്നത്. ഒന്ന്, നമുക്കറിയാവുന്ന പോലെ തന്നെ ചവിട്ട് നാടകം എന്ന് പറയുന്ന ആ ഒരു കലാരൂപം ഇവിടെ പ്രചരിപ്പിക്കാൻ മെയിൻ കാരണമായത് അവരാണ്. അതൊരു ക്രിസ്തീയ കലാരൂപമാണ് അല്ലെ. അതൊരു ജനകീയ കലയായിട്ടാണ് അവർ പിന്നെ ഉയർത്തിക്കൊണ്ടുവന്നത്. പിന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ അവരാണ് ആരംഭിക്കുന്നത്. ഓക്കെ, ദെൻ 1505 അൽമേഡ കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് ഫോർട്ട്, മാനുവൽ ഫോർട്ട്. അതായത് മാനുവൽ ഫോർട്ട് എന്ന് പറയുന്നത് വേറെ പേരുകളിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വൈപ്പിൻ കോട്ട, പള്ളിപ്പുറം കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട, കൊച്ചിൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന മാനുവൽ കോട്ടയാണ്. പക്ഷെ അത് 1503 എന്ത് ചെയ്യുന്നത്? പോർച്ചുഗീസുകാർ കൊച്ചിയിൽ നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി നിർമ്മിക്കുന്ന കോട്ടയാണ് മാനുവൽ കോട്ട എന്ന് പറയുന്നത്. കൊച്ചിയിൽ 1503. ഓക്കെ, ഈ പറഞ്ഞ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് പണി കഴിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽബുക്കർക്കാണ്. സെന്റ് ആഞ്ചലോസ് ഫോർട്ട് അൽമേഡയാണ്, പക്ഷെ മാനുവൽ ഫോർട്ട് ആരാണ് പണി കഴിപ്പിച്ചത്? അൽബുക്കർക്കാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ കോട്ടകൾ പഠിക്കുമ്പോൾ പിന്നെ പോർച്ചുഗീസുകാരുടെ ഇതിൽ വരുന്നത് കോട്ടപ്പുറം കോട്ടയാണ്. ഓക്കെ, കോട്ടപ്പുറം കോട്ട തൃശ്ശൂർ ജില്ലയിൽ പോർച്ചുഗീസുകാരാണ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമുക്കറിയാവുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? പോർച്ചുഗീസുകാർ നിർമ്മിച്ചൊരു കോട്ടയാണ് ചാലിയം കോട്ട എന്ന് പറയുന്നത് അല്ലെ, കോഴിക്കോട്. അതായത് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് 1531 ഈ പറയുന്ന ചാലിയം കോട്ട നിർമ്മിക്കുന്നത്. പോർച്ചുഗീസ് ഗവർണർ ആയിരുന്ന നുനോ ഡാ കുൻഹയാണ് അന്ന് ഈ ചാലിയം കോട്ട നിർമ്മിക്കുന്നത്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ പറയുന്ന ചാലിയം കോട്ടയാണ്. ഓക്കെ, ദെൻ ഗോത്തിക് ശൈലി എന്ന് പറയുന്ന ആ ഒരു എന്താണ് വാസ്തുവിദ്യാ ശൈലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ് 16ാം നൂറ്റാണ്ടിൽ. ഓക്കെ, ദെൻ ഇന്ത്യയിൽ ഈ പറയുന്ന ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ച പണി കഴിപ്പിച്ച പള്ളികളാണ് ഈ പറയുന്ന സെന്റ് ഫ്രാൻസിസ് പള്ളി, അത് കൊച്ചിയിലാണ്. ബോം ജീസസ് പള്ളി ഗോവയിലാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന സെന്റ് ഫ്രാൻസിസ് പള്ളി ഉണ്ടല്ലോ, ഈ പള്ളിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി എന്ന് പറയുന്നത് സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്. അത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടാഞ്ചേരി പാലസ്. ഈ മട്ടാഞ്ചേരി പാലസ് 1555 നിർമ്മിക്കുന്നത് കേട്ടോ. പോർച്ചുഗീസുകാരാണ് ഇത് നിർമ്മിക്കുന്നത്. അന്നത്തെ കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ച് നൽകിയത്. പക്ഷെ പിന്നീട് ഇത് എന്ത് ചെയ്യുന്നു? ഡച്ചുകാർ പുതുക്കി പണിതു. ഓക്കെ, അതിനുശേഷം ഇത് ഡച്ച് കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാലും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, 1663 ഡച്ച് പുതുക്കി പണിതതോടുകൂടി ഈ പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. എന്താണ്? കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിക്കുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അച്ചടിശാല. ഈ അച്ചടി എന്ന് പറയുന്ന സംഭവം തന്നെ പോർച്ചുഗീസുകാർ സ്ഥാപിക്കുന്നത് 1577 കേട്ടോ. അച്ചടി എന്ന് പറയുന്ന സംഭവം സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമൊക്കെ ഏകദേശം അവർ കൊണ്ടുവന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ കാർട്ടസ് വ്യവസ്ഥയൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത് കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അവർ കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണത്. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകിട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. കേരളത്തിൽ എങ്ങനെയാണ് ഈ പോർച്ചുഗീസ് അതിക്രമങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് സൂചന നൽകുന്ന ഒരു കൃതിയുണ്ട്. ആണ് തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന അറബി ഭാഷയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ എഴുതിയിരിക്കുന്ന കൃതിയാണ്. അങ്ങനെയാണെങ്കിൽ ഡച്ചുകാരുടെ സംഭാവനകളും കൂടി ജസ്റ്റ് ഒന്ന് നോക്കണം. ഒന്ന് ഉപ്പ് നിർമ്മാണം, പിന്നെ തുണിക്ക് ചായം മുക്കുക, പിന്നെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന കൃതി നമുക്കറിയാം, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ചേറ്റുവ കോട്ട,
ഇത് ആക്ച്വലി ഗുരുവായൂരാണ് 18-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ നിർമ്മിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ട ബോൾഗാട്ടി പാലസ് 1744 കൊച്ചിയിൽ. പിന്നെ തെങ്ങ് കൃഷിക്ക് അത്യാവശ്യം നല്ലൊരു പ്രോത്സാഹനമാണ് കേട്ടോ അവർ നൽകിയിരുന്നത്. തെങ്ങ് കൃഷിക്ക് മേൽത്തരം തെങ്ങിൻ തൈകൾ ആക്ച്വലി പോർച്ചുഗീസുകാരും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവർ കുറച്ചും കൂടി തെങ്ങ് കൃഷിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹനം നൽകുകയും അതിന് വേണ്ടിയിട്ട് കുറേയധികം ശാസ്ത്രീയമായ കൃഷി സമ്പ്രദായങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പോർച്ചുഗീസുകാരുടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ കയറെന്ന് പറയുന്നത് കേരളത്തിന്റെ കയറ്റുമതിയിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാക്കിയിട്ടുണ്ടായിരുന്നു അവർ. ഓക്കെ, അപ്പൊ അതും കൂടി അത് മനസ്സിലാക്കട്ടെ പോർച്ചുഗീസുകാരുടെ ഇതിൽ. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഈ കൃഷിയുടെ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഞാൻ, അത് അതിൽ പറയാൻ വിട്ടുപോയി. പിന്നെ ഇവര് നെൽകൃഷി, അമരി കൃഷി, ഇതൊക്കെ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഡച്ചുകാർ വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും രംഗങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള സ്വാധീനമൊന്നും ചെലുത്തിയിട്ടില്ല. ഓക്കെ, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ മതനയത്തെ കുറിച്ചിട്ടായിരുന്നു നമുക്ക് ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്ത ഒരു പേപ്പറിൽ ചോദിച്ചത് അല്ലെ, ഈ പോർച്ചുഗീസുകാരുടെ വെച്ചിട്ട് തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ ഓരോ യൂറോപ്യൻ ശക്തിയുടെ പഠിക്കുമ്പോൾ സംഭാവനകൾ, അവരുടെ മതനയം എന്തായിരുന്നു, ഓക്കെ, അവരിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഇവിടെ വന്നിട്ടുണ്ട്, ഏതൊക്കെ ഉടമ്പടികൾ വല്ലതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ, ആരുമായിട്ടുണ്ടാക്കി, ഈ ഒരു യൂറോപ്യൻ ശക്തിയുടെ പതനത്തിലേക്ക് നയിച്ച കാരണം എന്താണ്, ആ ഒരു നൂറ്റാണ്ടുകളിൽ എന്തുകൊണ്ട് ആ ഒരു ശക്തി ക്ഷയിച്ചു പോയി ആ കാലഘട്ടത്തിൽ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, തിരുവിതാംകൂറിലെ റാണി സേതുലക്ഷ്മി ബായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു, അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. അപ്പോൾ നമ്മൾ മുൻപൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക എന്താണ്, ഓരോ ഭരണാധികാരികളുടെ ഭരണപരിഷ്കാരങ്ങൾ അത് ഇന്ന ആളുടെ ഏതൊക്കെയാണെന്നുള്ള രീതിയിലായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു ചോദ്യ പേപ്പറിൽ കാലഗണനക്രമം അനുസരിച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഓക്കെ, ക്രൊണോളജിക്കൽ ഓർഡറിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് കൃത്യമായിട്ട് വർഷം അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ തിരുവിതാംകൂറിലെ ഭരണാധികാരികളിൽ, അതിലെ വനിതാ ഭരണാധികാരികളിൽ ഏറ്റവും അവസാനം വരുന്ന ഭരണാധികാരിയാണ് പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. 1924 മുതൽ 1931 ആ ഒരു കാലഘട്ടത്തിൽ ശ്രീചിത്തിര തിരുനാളിന് പ്രായപൂർത്തിയാകാത്തതിനാൽ റീജന്റ് ആയിട്ടാണ് റാണി സേതു ലക്ഷ്മിബായ് ഭരണം നടത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ കുറേയധികം കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുന്നത് 1926 റാണി സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ നിർത്തലാക്കുന്നത് 1926 തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി, അതായത് വൈദ്യുതീകരിച്ചത്, തിരുവനന്തപുരം പട്ടണത്തെ മുഴുവൻ വൈദ്യുതീകരിച്ചത് 1929 മൃഗബലി നിരോധിക്കുന്നത് 1925 പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിക്കുന്നത്, അതായത് അതുവരെ എന്താണ്, ഒരു മരുമക്കത്തായം സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ മരുമക്കത്തായം സിസ്റ്റം എന്ന് പറയുന്നത് 2ാം നായർ ആക്ട് റാണി സേതു ലക്ഷ്മിബായ് പാസ്സാക്കുന്നുണ്ട്. 2ാം നായർ ആക്ട് 1925 ഒരു 2ാം നായർ ആക്ട് പാസ്സാക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഭേദഗതികളൊക്കെ വരുത്തുന്നുണ്ട്. ശേഷം 1928 ആകുമ്പോൾ കംപ്ലീറ്റ്ലി ഈ പറയുന്ന മരുമക്കത്തായം സിസ്റ്റം അബോളിഷ് ചെയ്യപ്പെടുകയാണ്. പകരം പുതിയൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, പിതൃതല അണുകുടുംബ സമ്പ്രദായം അഥവാ പെട്രിലീനിയൽ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. അത് 1928 വരുന്നത്. കാരണം ആ ഒരു വർഷം തന്നെ വരണമല്ലോ. അങ്ങനെ നമ്മൾ ഈ ഒരു വർഷമൊക്കെ നോക്കി വരുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ ഈ വർഷങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. റാണി സേതു ലക്ഷ്മിബായിയുടെ ഭരണപരിഷ്കാരങ്ങളിൽ ഈ പറയുന്ന ബഹുഭാര്യാത്വം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശുചീന്ദ്രൻ സത്യാഗ്രഹം, തിരുവാർപ്പ് സത്യാഗ്രഹം പോലെയുള്ള സത്യാഗ്രഹങ്ങളൊക്കെ നടക്കുന്നത് റാണിയുടെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ എന്താണ്, ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക, സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത്, ആരംഭിക്കുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നെങ്കിലും അവസാനിക്കുന്ന സമയത്ത് റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിരിക്കണം. ഓക്കെ, ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയുള്ള 2 വനിതാ ഭരണാധികാരികളുടെയും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിരിക്കണം. ഇത് അത്യാവശ്യം ഡീറ്റെയിൽ ചെയ്ത് ഞാൻ ഈ ഒരു റാണിയെ ബേസ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് ആണ് ബാക്കി 2 പറയാൻ പറ്റാത്തത്. നിങ്ങളത് കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, 3ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിന്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. അപ്പോൾ INCയുടെ പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ള വർഷങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഓരോരുത്തരെയും അറേഞ്ച് ചെയ്യേണ്ടത്. അതിൽ ഹക്കീം അജ്മൽ ഖാൻ, അദ്ദേഹം 1921 പ്രസിഡന്റ് ആയിരുന്നത്. അതായത് CR ദാസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ജയിലിലായിരുന്നതിനാൽ ഹക്കീം അജ്മൽ ഖാനാണ് ഈ അഹമ്മദാബാദിൽ നടന്ന ഈ 1921 ഇതില് പ്രസിഡന്റ് ആയത്, ഈ ഒരു സമ്മേളനത്തിൽ. ഓക്കെ, ആക്ടിംഗ് പ്രസിഡന്റ് ആയത്. അപ്പോൾ A 2 പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്, ഡി, ഓപ്ഷൻ ഡി ആണ് എന്നുള്ളത് അല്ലേ. എന്നാലും ബാക്കിയുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. പിന്നെ അബുൽ കലാം ആസാദാണ് വരുന്നത്. മൗലാന അബുൽ കലാം ആസാദ് 1923 INC പ്രസിഡന്റ് ആവുകയാണ് ചെയ്യുന്നത്. ഡൽഹിയിലാണ് ഈ ഒരു പ്രത്യേക സമ്മേളനം നടക്കുന്നത്. INC പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹം 1940
INCയുടെ പ്രസിഡന്റ് ആകുന്നുണ്ട്. ഓക്കെ. ക്വിറ്റ് ഇന്ത്യ സമര സമയത്ത് അതുപോലെ സിംല സമ്മേളനം തുടങ്ങിയവയൊക്കെ നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് അദ്ദേഹമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തിയും അദ്ദേഹമാണ്. 1940 മുതൽ 46 വരെ അദ്ദേഹമാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഇരുന്നിരുന്നത്. ഓക്കെ. നെക്സ്റ്റ് മഹാത്മാഗാന്ധി. അദ്ദേഹം 1924 അപ്പോൾ മഹാത്മാഗാന്ധി 1924 ബെൽഗാം സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത്. ഓക്കെ. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ ഏക സമ്മേളനവും ബെൽഗാം സമ്മേളനമാണ്. ഓക്കെ. നെക്സ്റ്റ് വല്ലഭായ് പട്ടേൽ. അദ്ദേഹം 1931 കറാച്ചി സമ്മേളനം, അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. മൗലിക അവകാശങ്ങളെക്കുറിച്ചും സാമ്പത്തിക നയത്തെക്കുറിച്ചും ഒക്കെ ആദ്യമായി പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. ഓക്കെ. അപ്പോൾ ഈ മൗലികാവകാശങ്ങളുടെ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ INCയുടെ വിവിധ സമ്മേളനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഓരോന്നും നോക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെയും സമ്മേളനങ്ങളുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പത്രങ്ങളും അതിന്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു, അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ പത്രങ്ങളെ സംബന്ധിച്ചുള്ളത്. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ തന്നെയാണ്. സംവാദ് കൗമുദി രാജാറാം മോഹൻ റായുടെ തന്നെയാണ്. മിറാത്തുൽ അക്ബറും ഉണ്ട് കേട്ടോ. ഹിന്ദു പാട്രിയറ്റ് മധുസൂദൻ റേ തന്നെയാണ്. ദെൻ മിറാത്തുൽ അക്ബർ ഫിറോസ് ഷാ മേത്ത എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും രാജാറാം മോഹൻ റായുടെയാണ്. ഫിറോസ് ഷാ മേത്തയുടെ വരുന്നത് ബോംബെ ക്രോണിക്കിൾ എന്ന് പറഞ്ഞതാണ്. ഓക്കെ. ന്യൂ ഇന്ത്യ കോമൺവീൽ എന്നൊക്കെ പറയുന്ന ആനി ബെസന്റിന്റെയാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലകിന്റെയാണ്. ഇതിൽ മാറിപ്പോവാൻ ചാൻസ് ഉള്ള 2 ന്യൂസ് പേപ്പറിന്റെ മാത്രം ഞാൻ ജസ്റ്റ് പറയാം. നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സിന്റെ ഒന്ന് നോക്കണം. SCERT ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. SCERT ടെക്സ്റ്റിലുള്ളത് ബേസിക്കലി ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഡിഗ്രി ലെവലിലാണ് കുറച്ചും കൂടെ കൂടുതൽ ചോദിക്കാൻ ചാൻസ്. അപ്പോൾ ജസ്റ്റ് മാറാൻ ചാൻസ് ഉള്ളതാണ് വന്ദേ മാതരം എന്ന് പറയുന്നത് കേട്ടോ. വന്ദേ മാതരം ഇപ്പോൾ ഉറുദു ഭാഷയിലുള്ളതാണെങ്കിൽ, ഉറുദു ആണെങ്കിൽ ലാലാ ലജ്പത് റായിയുടെയാണ്. ഓക്കെ. ലാലാ ലജ്പത് റായിയുടെയാണ്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള വന്ദേ മാതരം ആണെങ്കിൽ, ഓക്കെ, ഇംഗ്ലീഷ് ആണെങ്കിൽ അത് ബിപിൻ ചന്ദ്രപാലിന്റെയാണ്. ഓക്കെ. ബിപിൻ ചന്ദ്രപാലിന്റെയാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള വന്ദേ മാതരം. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? പാരീസ് ഇന്ത്യ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മാഡം ബിക്കാജി കാമയും വന്ദേ മാതരം പത്രം സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അത് കുറേ ഉണ്ട്, പത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ഞാൻ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് ഒന്ന് പറഞ്ഞത് മാത്രമാണ്. നെക്സ്റ്റ് ചോദ്യം ഒരു അസേഷനും റീസണുമാണ്. അവകാശവാദം കാരണം. ഇത് കൂടുതലും നമ്മൾ കാണാറുള്ളത് ഡിഗ്രി ലെവലിലാണ്, എന്നാലും 10th ചോദിക്കാട്ടോ. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. കാരണം USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. ആക്ച്വലി A എന്നത് ശരിയാണ്, ആറും ശരിയാണ്, പക്ഷെ വിശദീകരണം അല്ല. അങ്ങനെയാണ് നമുക്ക് ആൻസർ കീയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് വന്ന ഫാക്ട് ആണ് കേട്ടോ. മറ്റൊന്ന്, അതായത് മുകളിൽ പറഞ്ഞതിന്റെ ഒരു എന്താ പറയാ റീസൺ ആയിട്ട് നമുക്ക് എന്തായാലും രണ്ടാമത്തെ വായിക്കുമ്പോൾ തോന്നില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതിന്റെ ഇന്റേണലിലോട്ട് അധികം ഞാൻ നോക്കാൻ പറയില്ല, കാരണം ഇത് ഇത്തിരി എന്താണ് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത് 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി ഈ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഇതുമാണ്. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. ശരിയാണ്. സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. ഇത്രയേ ഉള്ളൂ. 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഈ പറയുന്ന ജനശക്തി കളക്റ്റീവ് പവർ എന്ന് പറയുന്ന തീമാറ്റിക് ആ ഒരു എക്സിബിഷൻ അത് ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. നമ്മളോട് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 and 4 ആണ് കേട്ടോ തെറ്റ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത്? ഈ പറയുന്ന വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ SCERT ടെക്സ്റ്റിലുണ്ട്. ഓക്കെ. അത് ഒരു ബോക്സിൽ കൃത്യമായിട്ട് അവർ എങ്ങനെയാണ് അത് തിരിച്ചറിയേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണത്. ഓക്കെ. പടിഞ്ഞാറൻ തീരത്ത് കാണപ്പെടുന്നത് ഏതാണ്? നമുക്കറിയാം അത് ഏതാണ്. പടിഞ്ഞാറൻ തീരത്തിന്റെ ഭാഗമല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കൊങ്കൺ സമുദ്രവും കത്തിയവാർ പെനിൻസുല, കച്ച് സമുദ്രവും ഒക്കെ നമ്മുടെ ഈ സൈഡിൽ വരുന്നത് നമുക്കറിയാം. ഈ പറയുന്ന ഉത്കൽ സമതലം എന്ന് പറയുന്നത് ആ ഒരു ഒഡീഷയുടെ ആ ഒരു മേഖലയിൽ വരുന്നതാണ്. അപ്പോൾ അതാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ്, വെസ്റ്റേർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. വെസ്റ്റർലീസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാറ്റിന്റെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാറ്റിന്റെ ആ ഒരു ചാപ്റ്റർ SCERTയുടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആ ഒരു ക്ലാസ് കണ്ടാൽ മതി. SCERTയുടെ സ്പെഷ്യൽ ആയിട്ട് പ്ലേലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വെസ്റ്റർലീസിനെ കുറിച്ച് ഒന്ന് നോക്കുക. ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ടേക്ക് വീശുന്ന കാറ്റ് തന്നെയാണ്. ദെൻ അത് വ്യാപാര കാറ്റിനെതിരായിട്ട് തന്നെയാണ് വീശുന്നത്. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ്
ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു. വടക്കൻ അർദ്ധഗോളത്തിലാണോ? അല്ല, തെക്കൻ അർദ്ധഗോളത്തിലാണ് അല്ലേ? അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. ദെൻ മൺസൂൺ കാലം മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിന്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. ഇതും ശരിയായിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിന്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം എന്തിലാ രേഖപ്പെടുത്തുക? ഡോപ്സൺ യൂണിറ്റിലാണെന്ന് നമുക്കറിയാം. നെക്സ്റ്റ് ചോദ്യം, ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. ശരിയാണ്. കാരണം കോർ എന്ന് പറയുന്ന മേഖല വളരെയധികം ഉള്ളിലോട്ടുള്ള പോർഷനാണെന്ന് നമുക്കറിയാം അല്ലെ? കാമ്പ് എന്ന് പറയുന്നത്. അതിന്റെ മലയാളം കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ദെൻ ആവരണം പ്രധാനമായും ഇരുമ്പും നിക്കലും ചേർന്നാണ്. ആവരണം എന്ന് പറയുന്നത് പുറത്ത് നമ്മുടെ ക്രസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതാണോ? അല്ല, നമ്മളുടെ കാമ്പ്, അകക്കാമ്പാണ് ആക്ച്വലി എന്ത്, നമ്മുടെ കാമ്പ് ഉണ്ടല്ലോ, കോറാണ്. അതിൽ കോറിൽ തന്നെ ഇന്നർ കോറിലാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ നൈഫ് എന്ന് പറയുന്ന ലെയർ നിക്കലും അയേണും ചേർന്നത് ആ ഒരു കോമ്പോസിഷനിൽ വരുന്നത്. ദെൻ മൊഹറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്നും വേർതിരിക്കുന്നു. നോക്കി, ഈ പറയുന്ന മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി ഞാൻ CMRGL എന്ന് പറഞ്ഞിട്ട് ഒരു കോഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, CMRGL എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റീസ് പക്കയായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ കൃത്യമായിട്ട് എർത്തിന്റെ ആ ഒരു ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയാണ് ജസ്റ്റ് ഞാൻ വേഗം പറയാം. സിയാലുണ്ട്, സിമയുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്നതാണ് മാൻഡിൽ തന്നെ, അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ, ദെൻ ഔട്ടർ കോറ്, ഇന്നർ കോറ്. അപ്പോൾ ഇതിൽ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന സിയാലിനെയും സിമേനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ത്, നമ്മളുടെ അതായത് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ അതായത് ക്രസ്റ്റ് ആണല്ലോ സിയാലും സിമയും. ആക്ച്വലി ആ ഒരു ക്രസ്റ്റിന്റെ രണ്ട് സെപ്പറേഷൻ ആണ് സിയാലും സിമ എന്ന് പറയുന്നത്. ഇതിൽ ഈ പറയുന്ന ക്രസ്റ്റിനെയും മാൻഡിലിനെയും, ക്രസ്റ്റ് ഇതിവിടം വരെയുള്ളൂ. ഓക്കെ, ഈ ക്രസ്റ്റിനെയും മാൻഡിലിനെയും വേർതിരിക്കുന്ന ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ഓക്കെ, ക്രസ്റ്റിനെയും മാൻഡിലിനെയും വേർതിരിക്കുന്നതാണ് എന്ത്, മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ദെൻ അപ്പർ മാൻഡിലിനെയും ലോവർ മാൻഡിലിനെയും വേർതിരിക്കുന്നതാണ് എന്ത്, റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. പിന്നെ മാൻഡിലിനെയും കോറിനെയും വേർതിരിക്കുന്നതാണ് എന്ത്, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ദെൻ ഔട്ടർ കോറിനെയും ഇന്നർ കോറിനെയും വേർതിരിക്കുന്നതാണ് ലെയ്ൻമാൻ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഇതാണ് പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ പറ്റും കേട്ടോ. ഇത് ഈ ഒരു കോമ്പോസിഷൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് മാത്രം. ഓക്കെ, സിയാൽ സിമ, അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ അറിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കോഡ് അപ്ലൈ ചെയ്താൽ ഡിസ്കണ്ടിന്യൂറ്റി സെറ്റ് ആവും. മൊഹറോവിക്കിന്റെ രീതികൾ എന്താ, പുറന്തോട് ആവരണത്തിൽ നിന്ന് എന്താണ്, വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന്, മൊഹറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്നും വേർതിരിക്കുന്നു. അതായത് നമ്മുടെ ക്രസ്റ്റിൽ നിന്ന് വേർതിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മാൻഡിലുമായിട്ടാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നമുക്ക് ഏകദേശം ശരിയായിട്ട് എടുക്കാം. ദെൻ പുറന്തോടിന്റെ ശരാശരി സാന്ദ്രത തെറ്റാന്ന് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ എന്താണ്, പുറന്തോടിന്റെ ശരാശരി സാന്ദ്രത തെറ്റാണ്. കാരണം 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബാണ് സിയാലിന്റെ വരിക. ദെൻ സിമയുടെ വരുന്നത് 3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബാണ്. ഇനി 13 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബാണ് 6300 കിലോമീറ്റർ താഴ്ചയിലോട്ട്, ഭൂമിയുടെ അകക്കാമ്പിലോട്ട് പോകുമ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ 1 and 3 എന്നുള്ളതിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? ചാലക്കുടി നദിയുടെ പോഷക നദികളാണ് കുരിയാക്കുറ്റി, ഷോളയാറ്, ദെൻ കാരപ്പാറ. ഓക്കെ, ഇതിൽ കോതയാർ എന്ന് പറയുന്നത് ആക്ച്വലി താമരഭരണി നദിയുടെ പോഷക നദിയാണ്. ഓക്കെ, ചാലക്കുടി നദിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികളുടെ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ട നദികൾ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അങ്ങനെ വേണം നമ്മൾ മാക്സിമം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്യമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. ഇതിന്റെ മലയാളം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമുക്ക് മലയാളം ആ ഒരു മീഡിയം ഓഫ് ലാംഗ്വേജ് മലയാളം മാത്രമുള്ള എക്സാമുകളായ ഇപ്പോൾ 10th ഒക്കെ ലെവൽ ഉണ്ടല്ലോ, അതിൽ ചിലപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് അവർ ചോദിക്കുള്ളൂ. ഇതിപ്പോൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റൻ പേപ്പറാണ്. ഇതിന്റെ ഇംഗ്ലീഷ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചോദ്യം എന്താണ്. ഐഡന്റിഫൈ ദ സയന്റിഫിക് സാറ്റലൈറ്റ് launched by ISRO on January 1, 2024 to carry out the research in space-based polarization measurements of X-ray emission from celestial sources. ഈ പോളറൈസേഷൻ മെഷർമെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ജനുവരി 1, 2024 ISRO വിക്ഷേപിച്ച ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്ന് ഏതാണെന്നുള്ളത് നമുക്കറിയാം, എക്സ്പോസാറ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പോസാറ്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. PSLV C58 ഇതാണ് വിക്ഷേപണ വാഹനം. PSLVയുടെ ഇപ്പോൾ PSLV C58 എന്ന് പറഞ്ഞാലും PSLVയുടെ 60ാമത്തെ ദൗത്യമാണിത്. ഇതെല്ലാം ഈ എക്സ്പോസാറ്റ് മിക്ക ചോദ്യ പേപ്പറുകളിലും ചോദിക്കാറുണ്ട്. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഈ എക്സ്പോസാറ്റിന്റെ ആ ഒരു മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം അയക്കുന്ന ആദ്യ രാജ്യം USA ആണ്. സെക്കൻഡ് കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മിഷന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSATും ഇതിന്റെ ഒപ്പം വിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു VSAT എന്തിന് അയച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം, ആ ഒരു വ്യതിയാനത്തിൽ UV റേസിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ഇതിൽ ബാക്കി പറഞ്ഞിട്ടുള്ള ആൾക്കാരെ നമുക്കൊന്ന് ജസ്റ്റ് വേഗം നോക്കാം. ആദിത്യ L1 കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമാണെന്നുള്ളത് അല്ലെ. അത് എന്നായിരുന്നു? 2023 സെപ്റ്റംബർ
2-നാണ്. ഡേറ്റുകൾ കൃത്യമായിട്ട് നോക്കണം. ആ വാഹനം ഏതാണ്? PSLV C57 ആണ്. പ്രൊജക്ട് ഡയറക്ടർ, മിഷൻ ഡയറക്ടറൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ലക്ഷ്യസ്ഥാനത്ത് 2024 ജനുവരി 6-നാണ് എത്തിയത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഉള്ള ബാക്കിയുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. DSR എന്ന് പറയുന്നത്, സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ്. ഇത് ആക്ച്വലി DSR എന്ന് പറയുന്നതും PSLV C56 ആണ്. ആ ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് ഈ DSR അയക്കുന്നത്. ആക്ച്വലി ഇതിൽ ഒരു 7 സാറ്റലൈറ്റുകളാണ് ഇതിന്റെ ഒപ്പം അയക്കുന്നത് കേട്ടോ. ഇത് ജൂലൈ 30, 2023 അയക്കുന്നത്. ഓക്കെ, ജൂലൈ 30, 2023 ഈ DSR ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ISROയും ഉണ്ട്. നമ്മുടെ അതായത് ഈ ഒരു പേലോഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഈ DSRനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, അത് ഇറ്റ് ഇസ് അണ്ടർ ദ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ സിംഗപ്പൂർ ഡിഫൻസ് S&T ഏജൻസി, ഓക്കെ, ആൻഡ് ST എഞ്ചിനീയറിംഗ്. ഇവർ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ്. ആക്ച്വലി ഇത് എന്തിനാണ് ഈ DSR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി യൂസ്ഡ് to support the satellite imagery requirements of various agencies within the government of Singapore. സിംഗപ്പൂർ ഗവൺമെന്റിന്റെ വേരിയസ് ഏജൻസികളുടെ സാറ്റലൈറ്റ് ഇമേജറി റിക്വയർമെന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ST എഞ്ചിനീയറിംഗ് അവരുടെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിസാറ്റ് 2BR1 എന്ന് പറയുന്നത് എന്താണ്? ഒരു റഡാർ ഇമേജിംഗ് ഒബ്സർവേറ്ററി സാറ്റലൈറ്റ് ആണ്. ISRO തന്നെ ഡെവലപ്പ് ചെയ്തതാണ് ഇതും. അപ്പോൾ ഈ കണ്ടതെല്ലാം തന്നെ ISROന്റെ ഇതിൽ തന്നെയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് റിസാറ്റ് 2B സീരീസ്, ഇപ്പോൾ 2BR1 ആണല്ലോ. ഈ റിസാറ്റ് 2B സീരീസിലുള്ള ഒരു സംഭവമാണ് ഈ റിസാറ്റ് 2BR1 എന്ന് പറയുന്നത്. പ്രൈമറിലി എന്തിനാണ് ഈ റിസാറ്റ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതുപോലെ അഗ്രികൾച്ചർ, ഫോറസ്ട്രി ആപ്ലിക്കേഷൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം അയച്ചിട്ടുള്ളത്. ഇതിലും ZAR നമ്മൾ നേരത്തെ കണ്ട സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്താണ്? വെതർ സർവൈലൻസിനും ഇമേജിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇതൊരു കറണ്ട് അഫയർ ക്വസ്റ്റൻ ആണ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം ഇപ്പോൾ DSR, റിസാറ്റൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. പക്ഷെ അതൊക്കെ ISROന്റെ ആണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എക്സ്പോസാറ്റ് PSLV C58ന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ആദിത്യ L1 PSLV C57 അയച്ചത്. എന്നാൽ DSR PSLV C56 PSLV വാഹനത്തിൽ അയച്ച ആ ഒരു സീരീസിന്റെ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ISRO ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരും. അപ്പോൾ സ്പേസിന്റെ ആ ഒരു മേഖലയിൽ നിന്ന് ISRO NASA ഒക്കെ വിക്ഷേപിച്ച കാര്യങ്ങളും ഇനി അവരുടെ പാർട്ട്ണർഷിപ്പിൽ ഏതെങ്കിലും രാജ്യമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ചോദ്യങ്ങളെ നോക്കുന്നുള്ളൂ. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് കൊണ്ടാണ് വീഡിയോക്ക് നല്ല ലെങ്ത് കൂടും. എന്നാലും സാരമില്ല, കുറച്ച് നിങ്ങൾ പറഞ്ഞ ഒരു സജഷനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത്രയും ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമെങ്കിൽ സാരമില്ല, കുറച്ച് പാർട്ടായിട്ട് നമ്മൾ ക്വസ്റ്റൻസ് ഇങ്ങനെ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ബാക്കി ഇനി അങ്ങോട്ടുള്ള ഇത് കുറച്ചധികം കറണ്ട് അഫെയർ ഉള്ള നല്ല, അതുപോലെ തന്നെ നല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ്, കുറേ സ്കീമുകൾ, അതായത് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട് ഈ ഒരു ചോദ്യ പേപ്പറിൽ. അധികം ആരും കാണാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. എന്നാലും ഇത്രയും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പീഡിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ യൂട്യൂബിന്റെ സൈഡ് സെറ്റിംഗ്സിൽ പ്ലേബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ഏരിയയും കൂടെ കവർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോർഷൻസ് പെട്ടെന്ന് കഴിക്കാനും പറ്റും. നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് കൂട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാകും. താങ്ക് യു ഫോർ വാച്ചിങ്.